രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞെടുക്കുന്ന കണ്ടിന്യൂ ചെയ്യാം. സോ റെസ്പോൺസ് ഓഫ് ആർ സി ലോ പാസ് സർക്യൂട്ട് ഓർ ഇന്റഗ്രേറ്റർ ടു എ സ്റ്റെപ്പ് ഇൻപുട്ട് അല്ലെ. സോ അത് സ്റ്റെപ്പ് ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് നമ്മൾ പറഞ്ഞു. ഫോർ ടി ലെസ് ദാൻ 0 ഔട്ട്പുട്ട് വിൽ ബി 0. അറ്റ് ടി ഈക്വൽ ടു 0 ഇൻപുട്ട് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ചേഞ്ചസ് ഫ്രം 0 ടു V വോൾട്ട്. ഓക്കെ, അക്കോർഡിംഗ്ലി ഔട്ട്പുട്ട് എന്താ ചെയ്യുന്നത്? കപ്പാസിറ്റർ വോൾട്ടേജ് കനോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി. ഓക്കെ, ആ ഒരു ടൈംസിന് തന്നെ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് ചേഞ്ച് ചെയ്തിട്ട് ഹൈ ആവാൻ പറ്റില്ല. ഇറ്റ് വിൽ ചേഞ്ചസ് എക്സ്പൊണൻഷ്യലി. സോ കപ്പാസിറ്റർ വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് റേസസ് എക്സ്പൊണൻഷ്യലി. ആ എക്സ്പൊണൻഷ്യലി വരുന്ന എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഇത് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചത്. ഓക്കെ, ഇനി പഠിച്ചില്ലെങ്കിൽ അല്ലോ നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിൽ ഈ ഒരു കാര്യം ഓർക്കുക. കപ്പാസിറ്റർ വോൾട്ടേജ് can be defined as like this: Vc of t is equal to V final plus V initial minus V final into e raised to minus t by RC. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 0 വോൾട്ട് മുതൽ മാക്സിമം ഒരു V എന്ന് പറഞ്ഞൊരു വോൾട്ടേജിലേക്ക് കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അപ്പൊ ഇനീഷ്യൽ വോൾട്ടേജ് എന്താവും? ഇനീഷ്യൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഫൈനൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V ആണ്. ഓക്കെ, സോ ആ കപ്പാസിറ്ററിന്റെ ചാർജിങ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് V ഫൈനൽ എന്ന് പറഞ്ഞാൽ എന്താ? V. അതായത് നമ്മൾ V എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് കപ്പാസിറ്ററിന്റെ അടുത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ആ ഒരു വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്യും. ഓക്കെ, സോ V ഫൈനൽ എന്ന് പറയുന്നത് V പ്ലസ് V ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനീഷ്യലി ചാർജ് ഒന്നും ഇല്ല, അപ്പൊ 0 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൈനസ് V ഫൈനൽ എന്ന് പറഞ്ഞാൽ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ഓക്കെ, or this is V minus V into e raised to minus t by RC, or we can write V into 1 minus e raised to minus t by RC. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ കപ്പാസിറ്ററിന്റെ ചാർജിങ് ഇക്വേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് മുന്നേ നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അറിയില്ലെങ്കിൽ ഈ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്തോ. ഇതാണ് കപ്പാസിറ്ററിന്റെ ചാർജിങ് ഇക്വേഷൻ. ഇനി കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നതാണെങ്കിൽ, ഒരു കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നതാണെങ്കിൽ ഏതാണ്? മാക്സിമം V എന്ന് പറഞ്ഞ വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് 0ലേക്ക് ഡിസ്ചാർജ് ചെയ്യും അല്ലെ. അപ്പൊ ഈ കണ്ടീഷൻ എന്താണ്? V ഫൈനൽ എന്ന് പറഞ്ഞാലാണ് 0 അല്ലെ. V ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ വരിക? മാക്സിമം ഡിസ്ചാർജിങ് ആണ്. അപ്പൊ മാക്സിമം ഈ ഒരു വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് 0ലേക്ക് ഡിസ്ചാർജ് ചെയ്യുക ചെയ്യുന്നത്. സോ V ഇനീഷ്യൽ വോൾട്ടേജ് Vയും V ഫൈനൽ വോൾട്ടേജ് 0 ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇത് ആ ഒരു എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റർ അക്രോസ് ഉള്ള വോൾട്ടേജ് V ഫൈനൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0 പ്ലസ് V ഇനീഷ്യൽ V minus V final, it is 0 e raised to minus t by RC, or Vc is equal to എന്താണ്? V into e raised to minus t by RC. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് കപ്പാസിറ്ററിന്റെ ചാർജിങ് ഇക്വേഷൻ ആയിട്ടും ഇത് കപ്പാസിറ്ററിന്റെ ഡിസ്ചാർജിങ് ഇക്വേഷൻ ആയിട്ടും പറയും. ഇതൊന്ന് അറിയില്ലെങ്കിൽ നോട്ട് ചെയ്തോ. ഇത് ആക്ച്വലി നമ്മൾ ഇവിടെ പഠിക്കേണ്ട കാര്യമല്ല. ഓർത്തത് നിങ്ങൾ ബേസിക്കിലോ അല്ലെങ്കിൽ നെറ്റ്വർക്കിലോ പഠിച്ചിട്ടുണ്ടാവുന്നതാണ്. ഇനി ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ഓർക്കുക. ഈ ബേസിക് ഇക്വേഷൻ ചേർന്ന് കപ്പാസിറ്ററിന്റെ ചാർജിങ് ഇക്വേഷൻ നമ്മൾ മുന്നേ ഞാൻ ഡിഫറൻഷിയേറ്റർ പറയുമ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് അറിയുന്നത് പോലെ പറയുന്നുണ്ടെങ്കിൽ, അറിയില്ലെങ്കിൽ അതൊന്ന് പറയാം കേട്ടോ. ആ സമയത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ കപ്പാസിറ്ററിന്റെ ചാർജിങ് ഇക്വേഷൻ V into 1 minus e raised to minus t by RC, ഡിസ്ചാർജിങ് ഇക്വേഷൻ V into e raised to minus t by RC ആണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നൗ ഇവിടുത്തെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ when t greater than 0 കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ചാർജിങ് അല്ലെ. നമ്മുടെ നേരത്തെ ഈ ഒരു റെസ്പോൺസ് ആണ് ഇപ്പോൾ പറയുന്നത്. സോ ഈ ഒരു ഇൻപുട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ for t less than 0 ഇൻപുട്ട് 0, സോ ഔട്ട്പുട്ടും 0 ആണ്. ഓക്കെ, at t equal to 0 ഇൻപുട്ട് abruptly change to this voltage V. ഓക്കെ, സോ കപ്പാസിറ്റർ വോൾട്ടേജും വിയിലേക്ക് ചേഞ്ച് ചെയ്യും, ചാർജ് ചെയ്യും. കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ചാർജിങ്, ബട്ട് എന്താണ്? ഇറ്റ് വിൽ ടേക്സ് ടൈം. അതൊരു ഇൻസ്റ്റന്റ് വേരിയേഷൻ ആയിരിക്കില്ല. ഓക്കെ, സോ ഫോർ t greater than 0 കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ചാർജിങ് എക്സ്പൊണൻഷ്യലി ടു ദ വോൾട്ടേജ് V, ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് നമ്മുടെ ഇതിന്റെ ഈ RC ലോ പാസ് സർക്യൂട്ട് അല്ലെങ്കിൽ ഇന്റഗ്രേറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഔട്ട്പുട്ട് ഈസ് സെയിം ആസ് കപ്പാസിറ്റർ വോൾട്ടേജ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഗിവൺ ബൈ, വി ക്യാൻ റൈറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആസ് എന്താണ്?
നേരത്തെ പറഞ്ഞ കപ്പാസിറ്ററിന്റെ ചാർജിങ് ഇക്വേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ. നേരത്തെ പറഞ്ഞ കപ്പാസിറ്ററിന്റെ ചാർജിങ് ഇക്വേഷൻ ദാറ്റ് ഈസ് വി ആണ് ഫൈനൽ വാല്യൂ. വിയിലോട്ടാണ് ചാർജ് ചെയ്യുന്നത്. വി ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഔട്ട്പുട്ട് വോൾട്ടേജ് corresponding to t greater than 0. Okay, so this will be the expression v into 1 minus e raised to minus t by rc. So response of low pass RC circuit to step voltage is exponential with time constant RC. ഇനി നമുക്ക് ഇവിടെ ഞാൻ വേറൊരു കാര്യം ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കൺസെപ്റ്റ് ആണ്, റൈസ് ടൈം എന്നുള്ള കോൺസെപ്റ്റ്. ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? റൈസ് ടൈം എന്നുള്ള കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടോ? റൈസ് ടൈം കേട്ടിട്ടുണ്ടോ? റൈസ് ടൈം കേൾക്കാത്തതാണോ ഓർമ്മയില്ലാത്തതാണോ? കേട്ടിട്ടില്ല. ഓക്കെ, റൈസ് ടൈം എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഒരു മെയിൻലി ഈ കപ്പാസിറ്ററിന്റെ കേസ് തന്നെ, നമ്മുടെ കപ്പാസിറ്ററിന്റെ കേസിലാണ് ഈ റൈസ് ടൈം ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വേവ് ഇത് നിങ്ങൾ കണ്ടോ, സീറോന്ന് സ്റ്റാർട്ട് ചെയ്ത് എക്സ്പൊണൻഷ്യലി ഈ ഒരു വി എന്ന് പറഞ്ഞ വോൾട്ടേജിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ റൈസ് ടൈം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇതിപ്പോ ഇനീഷ്യലി സീറോ അല്ലെ, ഫൈനലി വി എന്ന് പറഞ്ഞ വോൾട്ടേജിലേക്ക് പോകും. ഓക്കെ, സോ ദിസ് മാക്സിമം വോൾട്ടേജിന്റെ 10% to 90% ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതിനെയാണ് റൈസ് ടൈം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഗ്രാഫില് ഇതിപ്പം വി എന്ന് പറയുന്ന വോൾട്ടേജ് ആണ്. ഓക്കെ, ഇത് വി എന്ന് പറയുന്ന വോൾട്ടേജ് ആണെങ്കിൽ 90% ഓഫ് ദാറ്റ് വോൾട്ടേജ് ദാറ്റ് ഈസ് 0.9 വി. ഓക്കെ, ഞാൻ 0.9 വി എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്തു. 0.9 വി ആവാൻ വേണ്ടിയിട്ട് ഇത്രയും ടൈം എടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് T2 ആണെന്ന് വിചാരിച്ചു. ഇനി 0.1 വി ആവാൻ വേണ്ടി, അതായത് ഈ വോൾട്ടേജിന്റെ 10%, 0.1 വി ആവാൻ എടുത്ത ടൈം ദിസ് വൺ T1. ഓക്കെ, സോ ഈ ഒരു ടൈം ഡ്യൂറേഷൻ 10% to 90% ഓഫ് ഔട്ട്പുട്ടിലേക്ക് റേസ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈം ഡ്യൂറേഷനെയാണ് എന്ത് പറയുന്നത്, റൈസ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അത് ആക്ച്വലി അപ്പൊ നമ്മുടെ ആ ഒരു ടൈം ഡിലേ ആണ്, കപ്പാസിറ്റർ ചാർജ് ചെയ്ത് ആ മാക്സിമം ആവാൻ എടുക്കുന്ന ആ ഒരു ടൈം ഡിലേ ആണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഈ നമ്മുടെ വി എന്ന് പറയുന്നത് ഒരു 1 വോൾട്ട് ആണെന്ന് വിചാരിക്കുക നിങ്ങൾ, അല്ലെ വേണ്ട, വി എന്ന് പറഞ്ഞാൽ 10 വോൾട്ട് ആണെന്ന് വിചാരിച്ചോ. 10 വോൾട്ട് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്. അപ്പൊ നമ്മുടെ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 10 വോൾട്ട് ആണ്. അപ്പൊ 90% ഓഫ് 10 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 9 വോൾട്ട്. അപ്പൊ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ എന്തായി? 9 വോൾട്ട് ആയി. ഓക്കെ, ഇനി ഇവിടെ എന്ന് പറയുന്നത് 10% ഓഫ് 10 വോൾട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 1 വോൾട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു 1 വോൾട്ട് ഇനീഷ്യലി സീറോന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വോൾട്ട് ആവാൻ എടുക്കുന്ന ടൈം T1. ഓക്കെ, 9 വോൾട്ട് ആവാൻ എടുക്കുന്ന ടൈം T2. അപ്പൊ ഈ 1 വോൾട്ട് നിന്ന് 9 വോൾട്ടിലേക്ക് റേസ് ചെയ്യാനുള്ള ടൈം ദാറ്റ് ഈസ് T2 മൈനസ് T1. ഈ ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൈസ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏത് ഗ്രാഫായാലും ഇതുപോലെ റേസ് ചെയ്യുന്നതിന് നമ്മൾ ഇതുപോലെ പറയാറുണ്ട് കേട്ടോ. ഈ ഷേപ്പിലുള്ള ഏത് ഗ്രാഫിന്റെയും റൈസ് ടൈം പറഞ്ഞാൽ ജനറലി വി ക്യാൻ സേ ടൈം റിക്വയർഡ് ടു റേസ് ദ വോൾട്ടേജ് ഫ്രം 10% ടു 90% ഓഫ് ഫൈനൽ വാല്യൂ. അതായത് മാക്സിമം എത്താൻ പോകുന്ന വോൾട്ടേജിന്റെ 10% ടു 90% റേസ് ചെയ്യാൻ എടുക്കുന്ന ടൈം ദാറ്റ് ഈസ് കോൾഡ് റൈസ് ടൈം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ കപ്പാസിറ്ററിന്റെ ഒക്കെ കേസിൽ ഈ റൈസ് ടൈം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്. ബിക്കോസ് നമുക്ക് ഈ ഒരു റൈസ് ടൈമിന്റെ വാല്യൂ വെച്ചിട്ട് വി ക്യാൻ സേ ഹൗ ഫാസ്റ്റ് ദ സർക്യൂട്ട് ക്യാൻ റെസ്പോണ്ട് ടു ഡിസ്കണ്ടിന്യൂറ്റി ഇൻ വോൾട്ടേജ്. എന്ന് വെച്ചാൽ നമ്മുടെ വോൾട്ടേജിൽ ഒരു ചേഞ്ച് വന്നു അല്ലെ, ഇൻപുട്ടിൽ ഇപ്പം 0 വിയിലേക്ക് ഒരു ചേഞ്ച് വന്നു. ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. സോ ടു ദിസ് ആ ഒരു സീറോന്ന് ഹൈ വോൾട്ടേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു നമുക്ക് ആ ഫാസ്റ്റ്നെസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റിയിട്ട് യൂസ് ചെയ്യുന്ന ടേം ആണ് ഏത്? റൈസ് ടൈം. അപ്പൊ റൈസ് ടൈം വളരെ കുറവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പെട്ടെന്ന് തന്നെ മാക്സിമം വോൾട്ടേജിൽ എത്തും. അത് ഫാസ്റ്റ് റെസ്പോൺസ് ആണെന്ന് പറയും. റൈസ് ടൈം കുറവാണെങ്കിൽ എന്താണ്? സ്മോൾ റെസ്പോൺസ് ആണെന്ന് പറയും. ഓക്കെ, അപ്പം ഈ ഒരു ടേമും കൂടെ നിങ്ങൾ ഫെമിലറൈസ് ആയിരിക്കണം. നമുക്ക് റൈസ് ടൈം, ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ capacitor to rise the voltage from 10% to 90% of its final value. ഇതൊന്ന് ഓർത്തേക്ക്. റൈസ് ടൈമിന്റെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിലും ചിലപ്പോൾ ചില പ്രോബ്ലത്തിലൊക്കെ ആവശ്യം വരും.
ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ഓർക്കുക. റൈസ് ടൈം ഇസ് ദ ടൈം ടേക്കൺ ബൈ ദ കപ്പാസിറ്റർ ടു റൈസ് ദ വോൾട്ടേജ് ഫ്രം 10% to 90% of its final value. ഓക്കെ, 10% to 90% ഫൈനൽ വാല്യൂലേക്ക് റൈസ് ചെയ്യാൻ, ചേഞ്ച് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് എന്ത് പറയുന്നത്, റൈസ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ഇതേപോലെ ഗ്രാഫിക്കലി ഞാൻ അതിന്റെ ഒരു എക്സ്പ്രഷനും കൂടെ നമുക്കൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഈ ഒരു കേസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത്, മാക്സിമം വാല്യൂ വി. ഓക്കെ, ദെൻ അതിന്റെ 10% എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിന്. ഓക്കെ, 10% 0.1 വി. സോ 0.1 വി എന്ന് പറയുന്നത് വോൾട്ട് അല്ലേ ഉദ്ദേശിക്കുന്നത്, ഈ മാക്സിമം വാല്യൂ ആണ്. അപ്പൊ ഈ വി മാക്സിന്റെ 10% ആണ് 0.1 വി. ഓക്കെ, സോ 0.1 വി റേസ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഇറ്റ് ഈസ് T1. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ മാക്സിമം വാല്യൂ ആൻഡ് 90%. നമ്മൾ നെക്സ്റ്റ് 90% വാല്യൂ എടുക്കുക, ദാറ്റ് ഈസ് 0.9 വി റേസ് ചെയ്യാൻ എടുക്കുന്ന ടൈം. ലെറ്റ് ഇറ്റ് ബി T2. ഓക്കെ, ആൻഡ് വി ക്യാൻ സേ റൈസ് ടൈം ഈക്വൽ ടു എന്തായിരിക്കും, T2 മൈനസ് T1 ആയിരിക്കും അല്ലെ. അതായത് ഈ ഒരു ടൈം 10% to 90% റേസ് ചെയ്യാൻ എടുക്കുന്നത്, നമ്മുടെ എക്സ് ആക്സിൽ ടൈം പ്ലോട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ടൈം ഡിഫറൻസിനാണ് എന്ത് പറയുന്നത്, റൈസ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ T2 മൈനസ് T1. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ T2ന്റെയും T1ന്റെ എക്സ്പ്രഷൻ ആദ്യം അറിയണം അല്ലെ. അപ്പൊ നമ്മുടെ കപ്പാസിറ്ററിന്റെ ഈ ഒരു നമ്മുടെ ഇത് എന്ന് പറയുന്നത് കപ്പാസിറ്റർ വോൾട്ടേജ് ആണ്. സോ കപ്പാസിറ്റർ വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ, ചാർജിങ്ങിന്റെ കേസിലുള്ള എക്സ്പ്രഷൻ നമ്മളിപ്പം പറഞ്ഞു, V ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അറ്റ് ടി ഈക്വൽ ടു T1, at t equal to T1, what is our output voltage or capacitor voltage? എന്താ വരിക, ഈ ഇക്വേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടി ഈക്വൽ ടു T1 പുട്ട് ചെയ്യുക. ഓക്കെ, സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാ, ടി ഈക്വൽ ടു T1ൽ നമ്മൾ എടുക്കുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 0.1 ഇൻറ്റു വി ആണ് അല്ലെ. എന്ന് വെച്ചാൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ 10%. ഇതാണ് എന്തായിട്ട് എടുക്കുന്നത്, 0.1 വി. മനസ്സിലായോ, ഇതാണ് 0.1 വി. ആ വി ഒരിക്കലും വോൾട്ടേജ് ആയിട്ട് എടുക്കുക, വോൾട്ടേജ് യൂണിറ്റ് അല്ല നമ്മൾ പറഞ്ഞ വി എന്ന് പറയുന്നത് നമ്മുടെ ആ മാക്സിമം വാല്യൂ ആണ്. അതിന്റെ 10% എന്ന് പറയുമ്പോൾ 0.1 വി വരില്ലേ, അതാണ് ഇവിടെ എടുത്തേക്കുന്നത്. സോ ആ ടി ഈക്വൽ ടു T1 our output voltage is 0.1 volt. Okay, so substitute this in equation 1. Substitute ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, Vc equal to 0.1 V. Okay, that is equal to V into 1 minus e raised to t ക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, T1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, e raised to minus T1 divided by RC. ഓക്കെ, ഇതിന്റെ അകത്തുനിന്ന് നിങ്ങൾ T1ന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കുമ്പോൾ നോക്കുക, നമ്മുടെ രണ്ട് സൈഡിലും വി കോമൺ ആയിട്ടുണ്ട്, മാക്സിമം വാല്യൂ അല്ലെ, അത് ക്യാൻസൽ ചെയ്യും. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഈസ് 0.1 ഈക്വൽ ടു 1 മൈനസ് ഇ റേസ് ടു മൈനസ് T1 ഡിവൈഡഡ് ബൈ RC, ഓർ e raised to minus T1 divided by RC is equal to 1 minus 0.1 അല്ലെ. That is e raised to minus T1 by RC is equal to 0.9. ഓക്കെ, ഇനി നമുക്ക് ടീന്റെ വാല്യൂ വേണ്ടത്. അപ്പൊ ടി എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യലിലാണ് ഉള്ളത് അല്ലെ. അപ്പൊ അത് കളയാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുക, നാച്ചുറൽ ലോഗരിതം ലോഗ് ടു ദ ബേസ് ഇ എടുക്കുക. അപ്പൊ രണ്ട് സൈഡിലും ലോഗ് ടു ദ ബേസ് ഇ എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ എന്താവും, ഇ ക്യാൻസൽ ആവും ലോഗ് എടുത്താൽ അല്ലെ. ടേക്കിംഗ് ലോഗരിതം then it is minus T1 divided by RC equal to log 0.9 base C ആണ്. ഓക്കെ, or we can say എന്താ കിട്ടുന്നത് നോക്കിക്കേ, ലോഗ് 0.9 എത്ര കിട്ടുന്നത്, ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്ക്. നാച്ചുറൽ ലോഗ് ഓഫ് 0.9 എത്ര കിട്ടുന്നത്, എത്ര കിട്ടുന്നത്, -0.1 അല്ലെ. അപ്പൊ ഇത് ആക്ച്വലി മൈനസ്, ഓക്കെ, സോ ഇറ്റ് ഈസ് minus T1 is equal to, or minus T1 by RC is equal to minus 0.1. So negative cancel out. So we can write T1 is equal to 0.1
ആർ സി അല്ലെ. T1 എക്സ്പ്രഷൻ കിട്ടി 0.1 ആർ സി. നൗ ഇതേപോലെ T2 അത് കണ്ടുപിടിക്കണം. നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. ദാറ്റ് ഈസ് അറ്റ് T is equal to T2. കുറച്ച് സ്പീഡായിട്ട് ചെയ്യണേ. T is equal to T2 എന്താണ് കപ്പാസിറ്റർ വോൾട്ടേജ്? T equal to T2 ആണെങ്കിൽ കപ്പാസിറ്റർ വോൾട്ടേജ് 0.9 V അല്ലെ. 90% ഓഫ് മാക്സിമം വാല്യൂ അതാണ്. V into 90% ഓഫ് മാക്സിമം വാല്യൂ ആണ്. ഓക്കെ, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് 0.9 V. ഓക്കെ, അപ്പൊ ഇത് ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് T2 ഒന്ന് കണ്ടുപിടിച്ച നിങ്ങൾ. ഇതേ സ്റ്റെപ്സ് ചെയ്യാം. ഒന്ന് T2 ചെയ്തിട്ട് പെട്ടെന്ന് പറ. കിട്ടിയോ? ഇതേപോലെ ചെയ്താൽ T2 എന്താ കിട്ടുന്നത്? ടു 2.3 ആർ സി. എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, സോ T2 is equal to സെയിം പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് T2 is equal to 2.3 RC. Okay, so we can write rise time. Rise time TR is equal to T2 minus T1 അല്ലേ. ആ 10% to 90% റൈസ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. So T2 is equal to 2.3 RC and T1 is equal to 0.1 RC. So we will get TR is equal to 2.2 RC. ഈ എക്സ്പ്രഷൻ ഒന്ന് ഓർക്കണം. ഈ ഡെറിവേഷൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് കുറവാണ്. അതിനെങ്ങനെ വന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു എക്സ്പ്രഷൻ മറന്നു പോകരുത്. റൈസ് ടൈം എന്താന്നുള്ളതിന്റെ ഡെഫിനിഷനും അതേപോലെ അതിന്റെ ഇക്വേഷനും. ഓക്കെ, സോ റൈസ് ടൈം എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ടു റൈസ് ദ കപ്പാസിറ്റർ വോൾട്ടേജ് ഫ്രം 10% ഓഫ് ഇറ്റ്സ് ഫൈനൽ വാല്യൂ ടു 90%. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ 2.2 into RC. ഇനി ഈ ആർ സി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ ഒരു സർക്യൂട്ടിന്റെ ആർ ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ എന്താ? ആർ ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ എന്താ? ആർ ഇൻറ്റു സി എന്താ പറയാ? ടൈം കോൺസ്റ്റന്റ് അല്ലെ. ആർ സി സർക്യൂട്ടിന്റെ ടൈം കോൺസ്റ്റന്റ് ആണ് ആർ ഇൻറ്റു സി എന്ന് പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് റൈസ് ടൈം ഈസ് ഈക്വൽ ടു 2.2 ടോ. ഓക്കെ, ടോ ഇസ് ദ ടൈം കോൺസ്റ്റന്റ്. അപ്പൊ ഇത് ഒന്ന് ഓർക്കുക. ഈ എക്സ്പ്രഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. ടി ആർ ഇസ് ഈക്വൽ ടു 2.2 RC or 2.2 ടോ
ഓർ വി ക്യാൻ റൈറ്റ് ഇൻ വൺ മോർ ടേംസ്. ഈ ഒരു കേസിൽ ലോ പാസ് ആർ സി സർക്യൂട്ടിന്റെ കേസിൽ F2 എന്ന് പറയുന്നത് ദാറ്റ് ഇസ് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താ 1/2π RC അല്ലെ. ഫ്രം ദിസ് ഇക്വേഷൻ ഐ ക്യാൻ റൈറ്റ് RC is equal to 1/2π F2. ഓക്കെ, അപ്പൊ അതും കൂടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഇക്വേഷനും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോ. TR is equal to 2.2 into instead of RC it is 1/2π F2. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. 2.2 divided by 2π. ഓക്കെ, 2.2 divided by 2π എന്ന് പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0.35. ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 0.35 ഡിവൈഡഡ് ബൈ F2. അപ്പൊ ഈ ഒരു ഇക്വേഷനും കൂടെ ഒന്ന് ഓർക്കുക. TR is equal to 0.35 ഡിവൈഡഡ് ബൈ F2. ഈ F2 എന്ന് പറയുന്നത് നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ്. ഓക്കെ, F2 എന്ന് 3 dB ഫ്രീക്വൻസി അല്ലെങ്കിൽ കട്ട് ഓഫ് ഫ്രീക്വൻസി പറയുന്ന വാല്യൂ ആണ് F2 എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു ഡെഫിനിഷനും കൂടെ ഒന്ന് ഓർക്കുക. 0.35 ഡിവൈഡഡ് ബൈ F2. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ കപ്പാസിറ്ററിന്റെ ചാർജിങ്ങിന്റെ കേസിൽ അഡീഷണൽ ആയിട്ട് വന്ന പോയിന്റ്സ് ആണ്. ഇതൊക്കെ പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആവശ്യം വന്നേക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊന്നും ഓർക്കുക. ഇക്വേഷൻ എന്തായാലും ഓർക്കുക. നൗ അപ്പൊ ഇത്രയാണ് നമ്മുടെ റെസ്പോൺസിന്റെ കേസിൽ. അപ്പൊ സ്റ്റെപ്പ് വോൾട്ടേജിന്റെ റെസ്പോൺസ് നമ്മൾ പറഞ്ഞു എന്താണ്, ഇതുപോലെ എക്സ്പോണൻഷ്യലി റൈസിങ് കർവ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ദാറ്റ് എക്സ്പ്രഷൻ ഈസ് V into 1 - e raised to - t by RC. അതിനകത്ത് റൈസ് ടൈമും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് റെസ്പോൺസ് ഓഫ് ലോ പാസ് RC സർക്യൂട്ട് ഓർ ഇന്റഗ്രേറ്റർ ടു പൾസ് ഇൻപുട്ട്. ഇനി നമ്മൾ നേരത്തെ ഡിഫറൻഷ്യേറ്ററിൽ പഠിച്ച പോലത്തെ സെയിം കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് അതേപോലെ തന്നെ പറഞ്ഞു പോവാം. പൾസ് വോൾട്ടേജ്. പൾസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? പൾസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ ഓൾമോസ്റ്റ് സ്റ്റെപ്പ് വോൾട്ടേജ് പോലെ തന്നെയാണ്. ബട്ട് എന്താണ്, ഇതേപോലെ T<0 0 ആണ് അല്ലെ. T<0 0 ആണ്. T equal to 0 റൈസ് ചെയ്യും. ദെൻ ഒരു പെർട്ടിക്കുലർ ടൈം ഇന്റർവെൽ കഴിഞ്ഞ് എന്ത് ചെയ്യും, അഗൈൻ falls to 0. That is called pulse width TP അല്ലെ. Or we can define it as V of t is 0 for T<0 and it is V for 0 to TP അല്ലെ. അതായത് 0 മുതൽ 0-ല് ഹൈ വോൾട്ടേജ് V ആവും. ദെൻ ആ V എന്ന് പറഞ്ഞ വോൾട്ടേജിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം ഡ്യൂറേഷൻ പൾസ് വിഡ്ത്ത് TP എന്ന് പറയുന്നത് എന്താണ്, പൾസ് വിഡ്ത്ത് ആണ്. സോ ആ ഒരു പെർട്ടിക്കുലർ ടൈം ഡ്യൂറേഷനിൽ ഈ ഒരു വോൾട്ടേജ് നിൽക്കും. ദെൻ അഗൈൻ ചേഞ്ചസ് ടു 0. ദിസ് ഈസ് കോൾഡ് പൾസ് അല്ലെ. സോ ഇറ്റ് വിൽ ബി 0 ഫോർ T greater than TP. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യമാണ്. പൾസ് വോൾട്ടേജ് നമുക്ക് ഇതുപോലെ ഡിഫൈൻ ചെയ്യാം. സോ ഇതിന്റെ റെസ്പോൺസ് പറയുകയാണെങ്കിൽ റെസ്പോൺസ് ടു എ പൾസ് ഫോർ T< TP ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് സ്റ്റെപ്പ് ഇൻപുട്ട്. ഇപ്പൊ T<0-ല് ഔട്ട്പുട്ട് 0 ആയിരിക്കും ഒബ്വിയസ്ലി. ആൻഡ് 0 to TP ഈ ഒരു റേഞ്ചിൽ നമുക്ക് മാക്സിമം വാല്യൂ എന്താണ്, ആ V എന്ന് പറഞ്ഞ വോൾട്ടേജിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. അതായത് സെയിം ആസ് അവർ സ്റ്റെപ്പ് റെസ്പോൺസ് അല്ലെ. നമ്മുടെ സ്റ്റെപ്പ് പോലെ തന്നെ ഇവിടെ 0 ആവുന്നേ ഉള്ളൂ. അതിന് മുന്നേ എന്താ, ഇത്രയും പോയിന്റ് വരെ സ്റ്റെപ്പ് വോൾട്ടേജിന് സെയിം ആണ് ഇൻപുട്ട്. സോ ഫോർ T<TP the response will be same as that of step input. So our output voltage will be V into 1 - e raised to - t by RC. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഈ എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞു കപ്പാസിറ്ററിന്റെ ചാർജിങ്ങിന്റെ എക്സ്പ്രഷൻ ആണ് ഫോർ T<TP. ഓക്കെ, അപ്പൊ ഇത്രയും ടൈം വരെ T<0-ല് എന്തായിരിക്കും, ഔട്ട്പുട്ട് 0 ആയിരിക്കും. ദെൻ ഇവിടെ എത്തുമ്പോൾ എന്താവും, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. ബട്ട് നമുക്ക് അതുപോലെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കപ്പാസിറ്റർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യൂല. സോ ഇറ്റ് എക്സ്പോണൻഷ്യലി ചാർജസ് ടുവേർഡ്സ് V. So our output expression is V into 1 - e raised to - t by RC. Okay. Now at the end of the pulse, T equal to TP എന്താവും, T equal to TP input voltage drops to 0 അല്ലെ. സോ ഇവിടെയും ഇൻപുട്ട് വോൾട്ടേജ് ഡ്രോപ്പ് ടു 0 എന്ന് പറഞ്ഞാല് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ഇതുപോലെ എക്സ്പോണൻഷ്യലി ആണ് എന്ത് ചെയ്യുക, 0-ലേക്ക് ഡ്രോപ്പ് ചെയ്യാം. അതായത് ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് എന്തായി, 0 ആയി അല്ലെ. ബട്ട് നമ്മുടെ കപ്പാസിറ്ററിൽ എന്തുണ്ട്, ഒരു മാക്സിമം ഈ ഒരു വോൾട്ടേജ് വരെ കപ്പാസിറ്റർ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ചാർജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റ് എത്തിയിട്ട് ഇൻപുട്ട് 0 ആകുമ്പോൾ എക്സ്പോണൻഷ്യൽ ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് എന്ത് ചെയ്യില്ല, കപ്പാസിറ്ററിന്റെ അക്രോസുള്ള വോൾട്ടേജ് 0 ആവില്ല. ഓക്കെ, നമ്മുടെ കേർവ് ഏകദേശം ഇതുപോലെ ഉണ്ടാവാം. ആദ്യം 0 to TP എന്ത് ചെയ്യും, ഈ ഒരു ഇക്വേഷൻ അനുസരിച്ചിട്ട് ഇതേപോലെ റൈസ് ചെയ്യും. ഏത് വോൾട്ടേജ് വരാം, നമ്മുടെ V എന്ന് പറയുന്ന വോൾട്ടേജ് വരാം.
ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഇൻപുട്ട് 0 ആവുന്നുണ്ട്. ഇൻപുട്ട് 0 ആവുമ്പോൾ ഇൻസ്റ്റന്റേനിയസ്ലി ഒരിക്കലും കപ്പാസിറ്ററിന്റെ അക്രോസുള്ള വോൾട്ടേജ് ചേഞ്ച് ചെയ്ത് 0ലേക്ക് വരില്ല. എന്ത് ചെയ്യും? എക്സ്പൊണൻഷ്യലി ഫോൾ ചെയ്യും ടുവേർഡ്സ് 0. ഓക്കെ, സോ ഇതാണ് അതിന്റെ കേർവ്. സോ വി ക്യാൻ റൈറ്റ് അറ്റ് t ഈക്വൽ ടു ടി പി, അറ്റ് t ഈക്വൽ ടു ടി പി നമ്മൾ ഈ എക്സ്പ്രഷൻ എഴുതുവാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ക്യാൻ ബി റിട്ടൺ ആസ് വി ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു ടിക്ക് എന്ത് കൊടുക്കുക? ടി പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് ടി പി ഡിവൈഡഡ് ബൈ ആർ സി. ലെറ്റ് ഇറ്റ് ബി വി പി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു വോൾട്ടേജ്, നമ്മുടെ മാക്സിമം ഈ ഒരു വോൾട്ടേജ്, ചിലപ്പോൾ അത് V1 ഈക്വൽ ആയിരിക്കും. അത് ഡിപ്പെൻഡിങ് അപ്പോൺ അവർ പൾസ് വിഡ്ത്തും ഈ ആർ സിയും ടിയും തമ്മിലുള്ള റിലേഷൻ പോലെ ഇരിക്കും കേട്ടോ. ചിലപ്പോൾ ഈ വി പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ഈ ഫൈനൽ വോൾട്ടേജ് വിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ചില സമയത്ത് എന്തായിരിക്കും? അതിനെക്കാട്ടും കുറവായിരിക്കും. അത് നമുക്ക് ഡിഫറെന്റ് കേസസ് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു പോയിന്റിലുള്ള വോൾട്ടേജിന് എന്തായിട്ട് എടുക്കുന്നത്? വി പി. ദാറ്റ് ഈസ് അറ്റ് ടി ഈക്വൽ ടു ടി പി ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് വി പി. ആൻഡ് ഫോർ ടി ഗ്രേറ്റർ ദാൻ ടി പി, ഫോർ ടി ഗ്രേറ്റർ ദാൻ ടി പി എന്താ? എക്സ്പൊണൻഷ്യൽ ഡീക്കേയിങ് ആണ് അല്ലെ? ദിസ് ഈസ് എക്സ്പൊണൻഷ്യൽ ഡീക്കേയിങ് എന്ന് പറഞ്ഞത് ഈ ഒരു കേർവ്. ടി ഗ്രേറ്റർ ദാൻ ടി പിയിൽ എക്സ്പൊണൻഷ്യൽ ഡീക്കേയിങ് ആണ്. ദാറ്റ് എക്സ്പ്രഷൻ വി ക്യാൻ റൈറ്റ് ആസ്, ഓർക്കുക, ഡിസ്ചാർജിങ് ഇക്വേഷൻ ഓഫ് ദ കപ്പാസിറ്റർ ആണ് എഴുതേണ്ടത്. ഇപ്പൊ കപ്പാസിറ്റർ ഡിസ്ചാർജിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാല് എന്തായിരുന്നു? ഇതാണ് വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി അല്ലെ? നേരത്തെ എക്സ്പ്രഷൻ ഒന്ന് നോക്കുക. കപ്പാസിറ്റർ ഇതിപ്പോ ചാർജിങ് ആണ്, ഇനി ഡിസ്ചാർജിങ് ആണ്. ഡിസ്ചാർജിന്റെ എക്സ്പ്രഷൻ വി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി ആണ് അല്ലെ? അപ്പൊ ഇതില് ഈ വി എന്ന് പറയുന്നത് ഏതാണ്? ഇനീഷ്യൽ വോൾട്ടേജ് ആണ് അല്ലെ? അതായത് നമ്മുടെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൽ എത്ര വോൾട്ടേജ് ഉണ്ട് അല്ലെ? ആ ഇനീഷ്യൽ വോൾട്ടേജ് ആണ് ഈ വി എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവിടെയുള്ള വോൾട്ടേജ് എത്രയാണ്? വി പി. ഓക്കെ, സോ ആ വോൾട്ടേജ് വി പി ഇൻറ്റു ഇ റേസ് ടു മൈനസ്, ഇനി ടി എന്ന് പറഞ്ഞാൽ എത്രയാ? ടി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഈ പോയിന്റ് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? റെഫറൻസ് പോയിന്റ് നമ്മുടെ 0 എന്ന് പറയുന്ന പോയിന്റ് ഇതായിരുന്നു. ഇനി നമ്മൾ ഈ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടി മൈനസ് ടി പി ആണ്. അതായത് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലാണ് വോൾട്ടേജ് നോക്കുന്നതെങ്കിൽ ഇവിടെയുള്ള ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ പറയാം? ഇത്രയും ടി മൈനസ് ടി പി അല്ലെ? ഇതാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ്. കാരണം നമ്മൾ ഈ പോയിന്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്ചാർജിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ റെഫറൻസ് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത്. അപ്പൊ എന്താണ്? ടൈം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടെയുള്ള ഒരു ടൈം ടി എന്ന് കൺസിഡർ ചെയ്തു. ഓക്കെ, സോ അതെങ്ങനെ എഴുതാം? ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ടി മൈനസ് ദിസ് ടി പി ആണ്. കാരണം ഇവിടുന്ന് തൊട്ടിട്ടുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. സോ ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ടൈം മൈനസ് നമ്മുടെ എന്ത് വരും? പൾസ് വിഡ്ത്ത് ടി പി. ഓക്കെ, ഡിവൈഡഡ് ബൈ ആർ സി. എക്സ്പ്രഷൻ എഴുതുന്നൊന്നും നോക്കുക. ബേസിക് ജനറലി ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഇക്വേഷൻ ഓഫ് കപ്പാസിറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഫോർ ചാർജിങ് കേസ് ഇറ്റ് ഈസ് വി ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ഓക്കെ, ദെൻ ഡിസ്ചാർജിങ് കേസിൽ നമ്മുടെ ഇനീഷ്യൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ട് ഏത് വോൾട്ടേജിലാണോ ഉള്ളത് അതാണ് സ്റ്റാർട്ടിംഗ് വോൾട്ടേജ്. അപ്പൊ അവിടെ തൊട്ടിട്ടാണ് ഡിസ്ചാർജിങ് തുടങ്ങുന്നത്. ഓക്കെ, സോ ആ പോയിന്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് ടി പി. ടി മൈനസ് ടി പി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഓർക്കണം, ആ ടി പി എന്നല്ല, ഈ ഒരു ടൈമാണ് നമ്മുടെ റെഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ടി എടുക്കാതെ എന്ത് ചെയ്യുന്നത്? ടി മൈനസ് ടി പി എടുക്കുന്നത്. ഇ റേസ് ടു മൈനസ് ടി മൈനസ് ടി പി ഡിവൈഡഡ് ബൈ ആർ സി. ഓക്കെ, സോ വൺ മോർ തിങ്, ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമ്മുടെ പൾസ് വിഡ്ത്ത് ഇത്രയേ ഉള്ളൂ അല്ലെ? ഈ ടി പി വരെയേ ഉള്ളൂ. ബട്ട് നമ്മുടെ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് വിൽ എക്സ്റ്റെൻഡ് ബിയോണ്ട് ദ പൾസ് വിഡ്ത്ത്. അത് കഴിഞ്ഞിട്ടേ വരും. കാരണം എന്താ? ചാർജ് അക്യുമുലേറ്റഡ് ഓൺ ദ കപ്പാസിറ്റർ കനോട്ട് ലീക്ക് ഇൻസ്റ്റന്റേനിയസ്ലി. ഇത്രയും പോയിന്റ് എത്തുമ്പോഴത്തേക്കും ചാർജ് ചെയ്തു, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ? പെട്ടെന്ന് ഇതുപോലൊരു ഡിസ്ചാർജിങ് പോസിബിൾ അല്ല. ഓക്കെ, സോ അത് എക്സ്പൊണൻഷ്യലി ഡീക്കേ ചെയ്യും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓൾറെഡി ഉള്ള പൾസ് വിഡ്ത്തിനെക്കാട്ടിയും കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ആയിട്ട് പോകും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ കേസ് ഫോർ പൾസ് ഇൻപുട്ട്. ഓക്കെ, ഇതിന്റെ രണ്ട് സ്പെഷ്യൽ കേസും കൂടെ പറയുന്നുണ്ട്, പൾസിന്റെ തന്നെയാണ്. അതായത് ഇതിൽ നമ്മുടെ ടി ആർ ഇസ് ഈക്വൽ ടു 0.35 TP or when F2 is equal to 1 by TP. എന്ന് പറഞ്ഞാൽ F2 എന്ന് പറയുന്നത് നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ്. ഓക്കെ, കട്ട് ഓഫ് ഫ്രീക്വൻസി ബിക്കം ഈക്വൽ ടു എന്താണ്? റെസിപ്രോക്കൽ ഓഫ് പൾസ് വിഡ്ത്ത്. ഓക്കെ, ഓർ വി ക്യാൻ സേ നമ്മുടെ കട്ട് F2 is equal to 1 by TP എന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് ഈക്വൽ ആണ് നമ്മുടെ ഈ ഒരു പൾസിന്റെ ഫ്രീക്വൻസി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ 1 by TP എന്ന് പറഞ്ഞാൽ എന്താ? 1 by ടൈം പീരീഡ് എപ്പോഴും ഫ്രീക്വൻസി ആണല്ലോ. സോ ഈ 1 by TP എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു F2 ആണെങ്കിൽ, ഓക്കെ, ഓർ വി ക്യാൻ സേ നമ്മുടെ റൈസ് ടൈമിന്റെ എക്സ്പ്രഷൻ നിങ്ങളൊന്ന് നോക്കിയാൽ, റൈസ് ടൈമിന്റെ എക്സ്പ്രഷൻ
0.35 ഡിവൈഡഡ് ബൈ F2 എന്നാണല്ലേ. സോ 1/F2 is equal to TP. അപ്പൊ ഈ ഒരു കേസ് പറയുന്നത് when TR is equal to റൈസ് ടൈം is equal to 0.35 TP. ഒന്ന് നോക്കണേ. നമ്മുടെ ആ TRന്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 0.35 ഡിവൈഡഡ് ബൈ F2. ഓക്കെ, സോ ഇതിനകത്ത് F2 is equal to 1/TP ആണെങ്കിൽ we can say 1/F2 is equal to TP അല്ലെ. അപ്പൊ ആ 1/F2 ക്ക് TP സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. സോ when റൈസ് ടൈം is equal to 0.35 TP. ആ ഒരു കേസിലാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചാൽ ദ ഷേപ്പ് ഓഫ് ദ ഔട്ട്പുട്ട് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ദ ഇൻപുട്ട് അല്ലെ. നമ്മുടെ ഏകദേശം ആ ഒരു പൾസിന്റെ ഷേപ്പ് റിറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓർ വി ക്യാൻ സേ മിനിമം ഡിസ്റ്റോർഷൻ. ഓക്കെ, മിനിമം ഡിസ്റ്റോർഷൻ ഓർ ദ ഷേപ്പ് ഇസ് പ്രിസേർവ്ഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ പറയുന്നത് ദ ഇൻപുട്ട് പൾസ് ഷേപ്പ് ഇസ് preserved. Okay, or we can say distortion is minimum. That is when TR rise time is equal to 0.35 TP or F2 is equal to 1/TP. Okay, or we can say നമുക്ക് ഇങ്ങനെ പറയാം when pulse shape is preserved when 3 dB frequency ആണ് F2 equal to reciprocal of the pulse width. ആ ഒരു കണ്ടീഷനിൽ എന്താ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. നേരത്തെ പറഞ്ഞ ഷേപ്പ് തന്നെയാണ്, ബട്ട് ഓൾമോസ്റ്റ് നമ്മുടെ പൾസ് ഇങ്ങനെയാണുള്ളത് അല്ലെ. ആ പൾസുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഷേപ്പ് കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് വെൻ TR is greater than 0.35 TP. Here shape is not preserved or we can say distortion is more. Okay, സോ ഈ ഒരു കേസിലാണെങ്കിൽ ഇത് നിങ്ങൾ നോക്കിക്കോ, വെൻ TR is greater than 0.35 TP നമ്മുടെ ഈ ചാർജ് ചെയ്തിട്ട് ഒരിക്കലും മാക്സിമം വോൾട്ടേജിൽ എത്തുന്നില്ല. നമ്മുടെ ശരിക്കുള്ള വോൾട്ടേജ് V ആണെങ്കിൽ ആ വോൾട്ടേജിലേക്ക് എത്തുന്നില്ല. അതിന് ലെസ് ആയിട്ടുള്ള ഒരു വോൾട്ടേജിൽ ചാർജ് ചെയ്യുമ്പോഴത്തേക്കും ഇൻപുട്ട് 0 ആയി ദെൻ ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, ഇവിടെ എന്താണ് നമ്മുടെ ഇൻപുട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പ് ഇതാണ് നമ്മുടെ ഇൻപുട്ട് അല്ലെ, ഇതാണ് ഔട്ട്പുട്ട്. സോ ഇൻപുട്ടായിട്ടുള്ള കമ്പയർ ചെയ്യുമ്പോൾ ഷേപ്പ് ഇസ് നോട്ട് പ്രിസേർവ്ഡ്. ഓക്കെ, ഓർ വി ക്യാൻ സേ ദർ വിൽ ബി മോർ ഡിസ്റ്റോർഷൻ. ഓക്കെ, അപ്പൊ ഈ രണ്ട് കേസും കൂടെ ഒന്ന് ആലോചിക്കുക. രണ്ട് വാല്യൂ ഇത്രയേ ഉള്ളൂ. പൾസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യും, അതായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്. 0ലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് റെസ്പോൺസ് ഓഫ് ദിസ് ലോ പാസ് RC സർക്യൂട്ട് ടു സ്ക്വയർ വേവ് ഇൻപുട്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസ് തന്നെയാണ്. അപ്പൊ സ്ക്വയർ വേവ് എന്ന് പറഞ്ഞാൽ ഓർക്കുക എന്താണ്, ഈ പൾസ് ആൾട്ടർനേറ്റ് ആയിട്ട് വരും അല്ലെ. നമ്മളിപ്പോ ഒരു സിംഗിൾ പൾസിന്റെ കേസ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഒരു പൾസ് ഇതേപോലെ എന്താണ് ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന കേസാണ് എന്താ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ നേരത്തെ ഡിഫറൻഷിയേറ്റർ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ടൈം ഡ്യൂറേഷൻ T1 എന്ന് പറഞ്ഞൊരു ടൈം ഡ്യൂറേഷനിൽ V ഡാഷ് എന്ന് പറഞ്ഞൊരു വോൾട്ടേജ്, ദെൻ T2 എന്ന് പറയുന്ന വേറൊരു ടൈം ഡ്യൂറേഷനിൽ എന്താണ് V ഡബിൾ ഡാഷ് എന്ന് പറയുന്ന വേറൊരു വോൾട്ടേജ്, അതായത് ഈ ഒരു ലെവൽ. ഓക്കെ, അപ്പൊ ബിറ്റ്വീൻ 2 ലെവൽസ് ഇതുപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതാണ് ഏത് സ്ക്വയർ വേവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു T1 എന്ന് പറഞ്ഞ ഡ്യൂറേഷൻ, ഇതൊരു T2 എന്ന് പറഞ്ഞ ഡ്യൂറേഷൻ, ദെൻ അത് റിപ്പീറ്റ് ചെയ്ത് പോകും. റിപ്പീറ്റ് ചെയ്യുന്ന അതിന്റെ ടൈം പീരീഡ് ആണ് T1 പ്ലസ് T2 എന്ന് പറയുന്നത്. ഓക്കെ, നൗ നമുക്ക് അതിന്റെ റെസ്പോൺസ്. ഓക്കെ, സോ ഇതിന്റെ റെസ്പോൺസ് എന്തായിരിക്കും? ഇതിന്റെ റെസ്പോൺസ് നമ്മൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞത് വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ സ്ക്വയർ പൾസ് അല്ലെ, ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? കപ്പാസിറ്റർ അല്ലെ, ഈ ഒരു ഇൻപുട്ട് ആണെങ്കിൽ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും ഒരു വോൾട്ടേജ് വരെ. അടുത്ത എന്തായി? ഇൻപുട്ട് 0ലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? അഗെയിൻ ഡിസ്ചാർജ് ചെയ്യും. പിന്നെയും എന്താണ്? ഇൻപുട്ട് ഹൈ ആവുക ചെയ്യും. അപ്പൊ അഗെയിൻ എന്ത് ചെയ്യും? കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അപ്പൊ ഈ ചാർജിങ് ഡിസ്ചാർജിങ് നമ്മുടെ പൾസിന്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും? ഹൈയിലേക്ക് പോകുമ്പോൾ ചാർജ് ചെയ്യും, ലോ വരുമ്പോൾ ഡിസ്ചാർജ് ചെയ്യും. അതേപോലെ ആയിരിക്കും എന്തുണ്ടാവുക? ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവുക. കാരണം കപ്പാസിറ്ററിന്റെ അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ ഈ സ്ക്വയർ വേവിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ചാർജിങ് ഡിസ്ചാർജിങ്. നിങ്ങൾ ഈ വേവ് ഒന്ന് നോക്കിക്കോ, നമുക്ക് ഇക്വേഷൻസ് പറയാം. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ ഇൻപുട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഇൻപുട്ട് വേവ്. ഫോർ T1 ഡ്യൂറേഷൻ ലെറ്റ് ദ ആംപ്ലിറ്റ്യൂഡ് ബി V ഡാഷ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് T2 ഡ്യൂറേഷൻ ഈ ആംപ്ലിറ്റ്യൂഡ് V ഡബിൾ ഡാഷ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അതായത് ഈ ലെവൽ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു 0 ഇറ്റ് ഈസ് V ഡാഷ്, ഇത് വിത്ത് റെസ്പെക്ട് ടു 0 V ഡബിൾ ഡാഷ്. അപ്പൊ ഈ രണ്ട് വോൾട്ടേജിലേക്ക് ചേഞ്ച് ചെയ്യുന്നതാണ്. വൺ മോർ തിങ് നിങ്ങൾ ഓർക്കണം, നമുക്ക് ഇത് ആക്സിസിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആവാം കേട്ടോ. നമ്മളൊരു സ്ക്വയർ വേവ് വരക്കുമ്പം ആക്സിസ് വരച്ചിട്ട് ഇങ്ങനെ വരക്കാം. ഓക്കെ, ഇതൊരു V ഡാഷ് എന്ന് പറയുന്നത് ഇത് V ഡബിൾ ഡാഷ് അല്ല. ഇന്ന് നമുക്ക് ചിലപ്പോൾ എന്തായിരിക്കും ഈ പറഞ്ഞതുപോലെ ഇതുപോലെ ഇങ്ങനെ വരക്കാം. ഓക്കെ, അപ്പോഴും എന്താണ് V ഡാഷ് V ഡബിൾ ഡാഷ്. ഇത് ഏത് രീതിയിലും വരക്കാം. നിങ്ങൾ ഇത്രയും ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡ് ഉള്ള പൾസസ്
റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അത്രേ ഉള്ളൂ സ്ക്വയർ വേവിനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ സി 3 കേസസ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ടൈം പീരീഡും ടൈം കോൺസ്റ്റന്റും. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ ഇൻപുട്ട് സിഗ്നലിന്റെ ടൈം പീരീഡ്. ഇതിൽ ടി എന്ന് പറയുന്നത് എന്താണ്? ദിസ് T1 പ്ലസ് T2 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു സ്ക്വയർ വേവിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ദിസ് ടൈം പീരീഡും നമ്മുടെ സർക്യൂട്ടിന്റെ ടൈം കോൺസ്റ്റന്റ് ആർ സിയും കമ്പയർ ചെയ്തിട്ടുള്ള 3 ഡിഫറെന്റ് കേസസ് ആണ് ഈ പറഞ്ഞത്. ഓക്കെ, സോ ഫസ്റ്റ് കേസിൽ വെൻ ആർ സി വെരി വെരി ലെസ് ദാൻ ടി, ദാറ്റ് ഈസ് അവർ ടൈം കോൺസ്റ്റന്റ് ടോ വെരി വെരി ലെസ് ദാൻ ദിസ് ടൈം പീരീഡ് ഓഫ് ഇൻപുട്ട് സിഗ്നൽ. അങ്ങനെയാണെങ്കിൽ എന്താണ്, നമുക്ക് ഓൾമോസ്റ്റ് സിമിലർ ടു ഇൻപുട്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ റൈസ് ടൈം എന്തായിരിക്കും? റൈസ് ടൈം ആർ സി ഈസ് വെരി ലെസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇത് കുറെ പതുക്കെ എക്സ്പൊണൻഷ്യൽ ആയിട്ട് ചാർജ് ചെയ്ത് ഈ വോൾട്ടേജിലേക്ക് വരും. അതുപോലെ ഡീക്കേയിങ്ങും എന്തായിരിക്കും, ആ എക്സ്പൊണൻഷ്യൽ റൈസ് ആൻഡ് ഫോള് എന്തായിരിക്കും? വെരി സ്മോൾ ആയിരിക്കും. ഓക്കെ, ഓർ നമുക്ക് പറയാം ഈ ഒരു കേസിൽ എന്താണ്, ഓൾമോസ്റ്റ് നമ്മുടെ ഇൻപുട്ട് തന്നെ അല്ല, ഇൻപുട്ട് പോലെ തന്നെയല്ലേ കിട്ടുന്നത്, ചെറിയൊരു എക്സ്പൊണൻഷ്യൽ ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ. സോ ദാറ്റ് ഇസ് ദ കേസ് ഫോർ ആർ സി വെരി വെരി ലെസ് ദാൻ ടി. ആൻഡ് വെൻ ആർ സി ഈക്വൽ ടു ടി, ദാറ്റ് ഈസ് അവർ ടൈം പീരീഡ് ഈസ് കമ്പാരബിൾ വിത്ത് ദ ടൈം കോൺസ്റ്റന്റ്. ഓക്കെ, ഇൻ ദാറ്റ് കേസ് വി ഹാവ് എക്സ്പൊണൻഷ്യൽ. ഇത് നിങ്ങൾ നോക്ക്, എക്സ്പൊണൻഷ്യൽ തന്നെയാണ്, ചാർജിങ് ഡിസ്ചാർജിങ് ആണ് അല്ലെ. ബട്ട് അത് എന്താണ്, ഇതുപോലെയല്ല, കുറച്ചുകൂടെ എന്താ പറയാ, കുറച്ചുകൂടെ എക്സ്പൊണൻഷ്യൽ റൈസ് ആൻഡ് ഫോൾ ആണ്. ഇവിടെ നമുക്ക് എക്സ്പൊണൻഷ്യൽ എന്ന് പറഞ്ഞ ഈ ഒരു പാർട്ട് മാത്രമേ എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള കേവ് വരുന്നുള്ളൂ. ഇത് കംപ്ലീറ്റ്ലി എക്സ്പൊണൻഷ്യൽ ആണ്. വൺ മോർ തിങ് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ നോക്ക്, നമ്മുടെ മാക്സിമം വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്യുന്നില്ല. അതായത് ഇവിടുന്ന് ചാർജ് ചെയ്ത് ഒരു V2 എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് ലെവൽ എത്തുമ്പോൾ, ഇതാണ് നമ്മുടെ മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് V. ഓക്കെ, അപ്പൊ അതിലേക്ക് എത്തുന്നില്ല. അതിന് മുന്നേ എന്താകുന്നുണ്ട്, ഇൻപുട്ട് 0 ആകുന്നുണ്ട്. കാരണം ഇവിടെ ടൈം കോൺസ്റ്റന്റ് വളരെ കുറവാണ് കേട്ടോ അല്ലെ. ഇപ്പൊ ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യും. ഇവിടെ എന്തായിരിക്കും, കുറച്ച് സ്ലോ ആയിരിക്കും. സോ ഇവിടെ ഫുള്ളി റീചാർജ് ചെയ്യുന്നതിന് മുന്നേ ഇൻപുട്ട് എന്തായി, 0 നെക്സ്റ്റ് ലെവലിലേക്ക് ചേഞ്ച് ചെയ്തു. സോ അക്കോർഡിംഗ്ലി എന്തായിരിക്കും, ഇവിടെ ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, ഇവിടെ അങ്ങനെ തന്നെ, നമ്മൾ 0 ആവുന്നില്ല വോൾട്ടേജ്, അതിന് മുന്നേ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത പൾസ് ആംപ്ലിറ്റ്യൂഡ് ഹൈ ആവുന്നുണ്ട് അല്ലെ. സോ എന്ത് ചെയ്യും, വീണ്ടും അത് ചാർജ് ചെയ്യും, പിന്നെയും ഡിസ്ചാർജ് ചെയ്യും. സോ ഇതുപോലെ ഒരു കേവ് ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് വെൻ ആർ സി വെരി വെരി ഗ്രേറ്റർ ദാൻ ടി, ഈ ആർ സി വെരി വെരി ഗ്രേറ്റർ ദാൻ ടി ആവുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, എക്സ്പൊണൻഷ്യൽ തന്നെയാണ്, ബട്ട് ഓൾമോസ്റ്റ് ലീനിയർ കേവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ്പൊണൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ് ഏകദേശം പറയുന്നത്. അത് മാറിയിട്ട് എന്താ, ഇറ്റ് വിൽ ബി ലീനിയർ കേവ്. ഓക്കെ, സോ ഈ എക്സ്പൊണൻഷ്യൽ റൈസ് ആൻഡ് ഫോൾ വിൽ ബി നിയർലി ലീനിയർ ഇഫ് ആർ സി വെരി വെരി ഗ്രേറ്റർ ദാൻ ടി. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കുക, ഓൾമോസ്റ്റ് സ്ട്രേറ്റ് ലൈൻ പോലെയാണ് കിട്ടുന്നത്. അതായത് ഏകദേശം നമുക്ക് പറയാം, ഒരു സ്ക്വയർ വേവ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആർ സി വെരി വെരി ഗ്രേറ്റർ ദാൻ ടി ആണെങ്കിൽ എന്തായിരിക്കും, ട്രയാങ്കുലർ വേവ് ആണ് ഔട്ട്പുട്ട് കിട്ടുന്നത് അല്ലെ. ഏകദേശം ട്രയാങ്കുലർ വേവ് ആണ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ആംപ്ലിറ്റ്യൂഡ് ലെസ് ആയിരിക്കും, കാരണം ഇത് ഫുള്ളി ചാർജ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ലീനിയർ ആയിട്ട് കിട്ടുന്നത്. ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ വീണ്ടും ഫോൾ ചെയ്യും, വീണ്ടും റൈസ് ചെയ്യും, ഫോൾ ചെയ്യും, ആ രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളൊരു കാര്യം കൂടെ ആലോചിച്ചോ, നമ്മുടെ ആർ സി ഗ്രേറ്റർ ദാൻ ടി, ഈ കണ്ടീഷൻ ഏതാ? ഈ കണ്ടീഷൻ ആയിരുന്നു നമ്മുടെ ഏതാ, പെർഫെക്റ്റ് ഇന്റഗ്രേഷന്റെ കണ്ടീഷൻ പറഞ്ഞിരുന്നു അല്ലെ. ആർ സി സർക്യൂട്ടിന്റെ പെർഫെക്റ്റ് ഇന്റഗ്രേഷൻ കണ്ടീഷൻ ഇതാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇന്റഗ്രൽ ഓഫ് കോൺസ്റ്റന്റ് എന്താ, കോൺസ്റ്റന്റ് ഇന്റഗ്രേഷൻ എന്താ, കോൺസ്റ്റന്റ് ഇന്റഗ്രേഷൻ എന്താ, പെട്ടെന്ന് പറ, നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. കോൺസ്റ്റന്റ് ഇന്റഗ്രേഷൻ എന്താ? ഇവിടെ 1ന്റെ ഇന്റഗ്രൽ എന്താ? ഇന്റഗ്രൽ ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്രയാ? dt ആണ്. ഇന്റഗ്രൽ 1 dx എന്താ വരുവാ? ഇന്റഗ്രേഷൻ മറന്നുപോയാ? 1ന്റെ ഇന്റഗ്രൽ എന്താ? ആർക്കും ഓർമ്മയില്ലേ മക്കളെ? 1ന്റെ ഇന്റഗ്രൽ എന്താ? വണ്ണിന്റെ ഇന്റഗ്രൽ എന്താ? ഇന്റഗ്രൽ 1 dx. ഒരു കോൺസ്റ്റന്റ് ഇന്റഗ്രേഷൻ എന്താ? ആർക്കും ഓർമ്മയില്ലേ? ഇതൊക്കെ മറക്കാവോ? കോൺസ്റ്റന്റ് ഇന്റഗ്രേഷൻ എന്താ? എക്സ്. ഓക്കെ, ഹനി ഒരാളെങ്കിൽ വായ തുറന്നല്ലോ. കോൺസ്റ്റന്റ് ഇന്റഗ്രേഷൻ എക്സ് ആണല്ലേ. സോ ഇവിടെ നമുക്ക് എക്സ് ആണ് ഇന്റഗ്രൽ എന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മുടെ ഇത് നിങ്ങളൊന്ന് നോക്കിക്കോ, ഇൻപുട്ട് എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് അല്ലെ. ഇൻപുട്ട് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് എന്താ, ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടേണ്ടത്? എക്സ് ആ കിട്ടേണ്ടത് അല്ലെ.
ഇവിടെ ഞാൻ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ചെയ്യുന്നത്. സോ ഇന്റഗ്രൽ ഓഫ് എന്താണ് ഇന്റഗ്രൽ ഓഫ് ഈ ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ടി ആണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ടി വൺ ആയിരുന്ന സമയത്ത് ഇവിടെയും ടി എന്തായിരിക്കണം, വൺ ആയിരിക്കണം അല്ലെ. ടി എന്ന് പറയുമ്പോൾ അല്ലെ നമുക്ക് ഇങ്ങനെ പറയാം, ഞാൻ ടി എന്ന് പറയുന്നത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്താൽ എന്താ വരുക, ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുക അല്ലെ, ഒരു കോൺസ്റ്റന്റ് അല്ലേ. ടി എന്ന് പറഞ്ഞ സാധനം ഞാൻ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, വിത്ത് റെസ്പെക്ട് ടു ടി പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ സ്ലോപ്പ് ആയിരിക്കും, ഇതുപോലെ കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കോ, നമ്മളൊരു കോൺസ്റ്റന്റിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ടത് എന്താണ്, ഇതേപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ സ്ലോപ്പ് ആണ് അല്ലേ. സോ പെർഫെക്റ്റ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ. നമ്മൾ മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ ഇവിടെ കോൺസ്റ്റന്റ് ആണ്, ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്, ആ ടി എന്ന് പറയുന്ന ഒരു കേർവ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ദിസ് ആർ സി വെരി വെരി ഗ്രേറ്റർ ദാൻ ടി ഇസ് ദ കണ്ടീഷൻ ഫോർ ഇന്റഗ്രേഷൻ. അപ്പൊ ആ ടൈമിൽ നമുക്ക് എന്താണ്, ഒരു സ്ക്വയർ വേവ് കൊടുത്തു കഴിഞ്ഞാൽ ട്രയാങ്കുലർ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു സ്ക്വയർ വേവിന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വിൽ ബി ട്രയാങ്കുലർ. ഓക്കെ, ഇതിന്റെ രണ്ട് മാത്തമാറ്റിക്കൽ ഇക്വേഷനും കൂടെ പറയാനുണ്ട്, എന്നാലും ടൈം ആയില്ല. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതുകൂടെ പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അറ്റൻഡൻസ് അക്ഷയ്. Present, miss. അഞ്ജന. Present, miss.